ഹലോ, അതെ. ആ, കൊടുക്കാം. ആമേ ഇപ്പൊ വരും. ആര് പറഞ്ഞിട്ട് ചോദിച്ചില്ല. ഹലോ, അതെ. ആ ഷാജി, ഞാൻ മറന്നിട്ടില്ല. അയ്യോ, ഞാനിന്ന് ലീവാ. നാളെ ആയാലോ? അതെയോ? അങ്ങനെയാണെങ്കിൽ ഞാൻ ആരുടെയും കയ്യിൽ കൊടുത്തയക്കാം. നിങ്ങൾക്ക് 11 മണിക്ക് പിന്നെ കിട്ടിയ പോരെ? ആ ശരി. ആരായിരുന്നു? മോഹനയുടെ ആഫീസിൽ പോകുന്ന വഴിയെ എനിക്കൊരു ഉപകാരം ചെയ്യുമോ? ഐശ്വര്യ ഫിനാൻസുകാർ നടക്കുന്ന ഒരു ചിട്ടിയെ പറ്റി മോഹനയുടെ കേട്ടിട്ടില്ലേ? അവരുടെ പുതിയ ചിട്ടി തുടങ്ങുക. എന്നോട് ചേരാൻ പറഞ്ഞ് അവിടുത്തെ മാനേജർ ഷാജി നിർബന്ധം തുടങ്ങിയിട്ട് കുറെ നാളായതാ. ഒരു ചിട്ടിയുടെ കാര്യം എന്താണെന്ന് ഓർത്ത് ഞാൻ ഒഴിഞ്ഞു നടക്കുമായിരുന്നു. പുതിയ ചിട്ടിയിൽ ഒരാളുടെ കുറവുണ്ടെന്ന് പറഞ്ഞ് ഷാജി കഴിഞ്ഞ ആഴ്ച എന്റെ ഓഫീസിൽ വന്നു. ഇന്ന് 11 മണിക്കാണ് ആദ്യത്തെ നറുക്കെടുപ്പ്. ആദ്യത്തെ തവണ അതിനു മുന്നേ കൊടുക്കണം. ഞാനിന്ന് ഓഫീസിൽ പോകുന്നില്ലല്ലോ, അതുകൊണ്ട് മോഹനത്തിൽ പോകുന്ന വഴി ഐശ്വര്യ ഫിനാൻസിൽ കയറി ആ പൈസ ഒന്ന് കൊടുത്തേക്കണം. മനസ്സിലായില്ല. ഇതിനെത്ര മനസ്സിലാക്കാൻ തോന്നുന്നത്? മാസം 2500 രൂപ വെച്ച് 20 മാസം കൊണ്ട് തീരുന്ന ചിട്ടി 50,000 രൂപ കിട്ടും. അതിന്റെ ആദ്യത്തെ തവണ സംഖ്യ 2500 രൂപ മോഹനേട്ടൻ പോകുന്ന വഴിക്ക് ഒന്ന് കൊടുക്കണം എന്നാണ് ഞാൻ പറഞ്ഞത്. മനസ്സിലായല്ലോ? ഒരു സ്വകാര്യ ബ്ലേഡ് കമ്പനി നടത്തുന്ന ചിട്ടിക്ക് ഞാൻ പണം കൊടുക്കണം. നടന്നത് തന്നെ. മോഹനേട്ടൻ കൊടുക്കണം ആര് പറഞ്ഞു? ചിട്ടിക്ക് കൊടുക്കാനുള്ള പൈസയൊക്കെ എന്റെ കയ്യിലുണ്ട്. ദാ 2500 രൂപയുണ്ട്. ഇത് പോകുന്ന വഴി അവിടെ ഒന്ന് കൊടുക്കണം. ഇന്നത്തെ നറുക്കെടുപ്പിൽ എനിക്കാണ് ചിട്ടി വഴുന്നെങ്കിൽ രക്ഷപ്പെട്ടില്ലേ? ഈ പൈസ നിനക്ക് അവിടെ നിന്ന് കിട്ടി? അതെ, നമ്മുടെ ടൗണിലെ സ്റ്റേറ്റ് ബാങ്കില്ലേ, ആ ബാങ്ക് ഇന്നലെ രാത്രി ഞാൻ കൊള്ളയടിച്ചു. അതെ, അത്യാവശ്യം കേസൊക്കെ ഉള്ളൊരു വക്കീലാണ് ഞാൻ. എനിക്ക് 2500 രൂപയ്ക്ക് ഒരു പാടുമില്ല. മനസ്സിലായില്ലേ? ആഹാ, ഈ പൈസ കിട്ടിയാലും നീ എന്താ എന്നോട് പറയാറുന്നത്? അതിലെത്ര പറയാനെന്തിരിക്കുന്നു? ടൗണിൽ ഫർണിച്ചറുകൾ നടത്താൻ ബഷീറിന്റെ കേസായിരുന്നു. ബഷീർ ആണെങ്കിൽ മിക്കവാറും സ്ഥലത്തുണ്ടാവില്ല. അതുകൊണ്ട് വക്കാലത്ത് ഒപ്പിട്ട ഉടനെ ഒരു 5000 രൂപ തന്നു. കോടതി ചെലവൊക്കെ കഴിഞ്ഞ് ബാക്കി വന്ന കാശാ അത്. ആ കാശ് ഐശ്വര്യ ഫിനാൻസുകാർ കൊടുക്കുന്നു. കൊടുക്കുന്നു പറഞ്ഞ ചിട്ടിച്ചേരന്റെ പേരെ കാശ് കൊടുക്കാതിരിക്കാൻ പറ്റുമോ? വില്ലേജ് ഓഫീസർ കെ മോഹനകൃഷ്ണന്റെ ഭാര്യ ഒരു തട്ടിപ്പ് ബ്ലേഡ് കമ്പനിയുടെ ചിട്ടിയിൽ ചേരുന്നു. കൊള്ളാം. നാട്ടുകാരഞ്ഞ എന്റെ പണം പോവില്ലേ? ഐശ്വര്യ ഫിനാൻസുകാർ 10-20 ചിട്ടികൾ നടത്തുന്നുണ്ട്. അതിലൊക്കെ ചേർന്നിരിക്കുന്നത് ഈ നാട്ടിലെ ആളുകൾ തന്നെയാണ്. അതുപോലെ ഞാനൊരു ചിട്ടി ചേരുന്നു, അത്രേ ഉള്ളൂ. നടക്കില്ല. ഇത്തരം തട്ടിപ്പുകൾക്ക് ഞാൻ കൂട്ടുനിൽക്കില്ല. നിനക്കൊരു ചിട്ടിയിൽ ചേർന്നേ പറ്റുന്നുണ്ടെങ്കിൽ സഹകരണ ബാങ്ക് നടത്തുന്ന ചിട്ടി ഉണ്ടല്ലോ, അതിൽ ചേരണം. അയ്യോ, അത് ഞാൻ അന്വേഷിച്ചാണ് മോഹനേട്ടാ. അവിടെ പുതിയ ചിട്ടിയൊന്നും തുടങ്ങുന്നില്ല. ശരി, കുറച്ച് കഴിയുമ്പോ തുടങ്ങുമല്ലോ, അപ്പൊ ചേരണം. നിനക്ക് ഇപ്പൊ തന്നെ ചിറ്റിൽ ചേരണം എന്താ നിർബന്ധം? ഞാൻ പറയുമ്പോ മോഹനേട്ടൻ ഇഷ്ടപ്പെടില്ല. പക്ഷേ മോഹനേട്ടൻ ചോദിച്ച സ്ഥിതിക്ക് പറയാതിരിക്കുന്നത് ശരിയല്ലല്ലോ. 2 പവന് 2 വള വാങ്ങണമെന്ന് ഞാൻ മോഹനോട്ടോട് പറഞ്ഞു തുടങ്ങിയിട്ട് വർഷം 2ആയി. കല്യാണ സമയത്ത് എന്റെ കയ്യിലുണ്ടായിരുന്ന വള കൊടുത്ത് പകരം വാങ്ങി ഈ വളയ്ക്ക് പഴക്കം എത്ര ഉണ്ടെന്ന് മോഹനേട്ടൻ അറിയാമോ? ആഫീസിലും വഴിയിലും വെച്ച് കാണുന്ന സകലരും എന്നോട് ചോദിക്കും, കേസ് വാദിച്ച് ഇഷ്ടംപോലെ കാശുണ്ടാക്കുന്നുണ്ടല്ലോ സത്യഭാമ, പുതിയൊരു വള വാങ്ങിക്കൂടെയെന്ന്. എനിക്ക് പറയാൻ പറ്റുമോ? ഭൂമിയിലെ ഏറ്റവും പിശുക്കനായ മനുഷ്യന്റെ ഭാര്യയാണ് ഞാൻ. വള വാങ്ങുന്ന കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഹാനായ എന്റെ വില്ലേജ് ഓഫീസർ ഹൃദയസ്തംഭനം വന്ന് മരിച്ചു പോകുന്നു. ആളുകളുടെ കളിയാക്കൽ സഹിക്കാണ്ട് വന്നപ്പോ എനിക്ക് ആവശ്യമുള്ള 2 വള വാങ്ങാൻ ഞാൻ തീരുമാനിച്ചു. അതിനാവശ്യമുള്ള പൈസ മോഹനേട്ടനോട് ചോദിച്ചാലേ പ്രശ്നമുള്ളൂ. ഐശ്വര്യ ഫിനാൻസുകാരുടെ ചിട്ടിയിൽ ചേർന്നാൽ ആ കാശ് കിട്ടും. അതുകൊണ്ട് ഞാൻ വള വാങ്ങിക്കോളാം. ഇത് അഹങ്കാരം. നീ ഇടുന്ന സ്വർണ്ണവളയുടെ പഴക്കം നിശ്ചയിക്കേണ്ട കാര്യം എന്താണ് ആൾക്കാർക്ക്? അല്ലെങ്കിൽ തന്നെ പുതിയ സ്വർണ്ണവള ഇടുന്നുകൊണ്ട് നിന്റെ അന്തസ്സംഗം കൂടാൻ പോകുന്നില്ലല്ലോ. ഞാൻ നിന്നോട് പലവട്ടം പറഞ്ഞിട്ടുണ്ട്, മനുഷ്യന് ഒരു പ്രയോജനവും ചെയ്യാത്ത ഈ ലോകത്തിന്റെ പേരിൽ പണം ചെലവാക്കാൻ ഞാൻ സമ്മതിക്കില്ല. നിനക്ക് പുതിയ വളയുടെ ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ഐശ്വര്യ ഫിനാൻസിന്റെ ചിട്ടിയിൽ ചേരേണ്ട കാര്യവുമില്ല.
മോഹനേട്ടാ, എന്താ മോഹനയുടെ ഒരു ഉദ്ദേശം? എന്റെ ഉദ്ദേശം ഞാൻ പറഞ്ഞല്ലോ. പണം വെറുതെ ചെലവാക്കാൻ പറ്റില്ല. അത് തട്ടിപ്പ് ബ്ലേഡ് കമ്പനിയിൽ കൊണ്ടുപോയിടാനാണെങ്കിലും അനാവശ്യമായ സ്വർണം മേടിച്ചിട്ടാണെങ്കിലും. ആ പൈസ ഞാൻ മോഹനേട്ടന്റെ കയ്യിൽ നിന്ന് ഇരന്ന് വാങ്ങിയതൊന്നും അല്ല. ഞാൻ അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസ എങ്ങനെ ചെലവാക്കണമെന്ന് ഞാൻ തീരുമാനിക്കും. മോഹനേട്ടൻ അത് ഐശ്വര്യ ഫിനാൻസിൽ കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ അതിങ്ങ് തന്നേക്കൂ, ഞാൻ ഉത്തരവ് വിളിച്ച് കൊടുത്തയച്ചോളാം. ഭാമേ, ഈ പൈസ അവിടെ കൊണ്ടുപോയി കൊടുക്കാൻ മടിച്ചിട്ടല്ലല്ലോ ഞാൻ ഈ പറയുന്നത്. നീ പറഞ്ഞ 2 ആവശ്യങ്ങൾ ന്യായമല്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ്. മോഹനേട്ടാ, ഇത് കൈവിട്ട കളിയാ. ഞാൻ മോഹനേട്ടന്റെ ഭാര്യയാണെന്നുള്ള ധാരണ വേണ്ട. ഒരു മനുഷ്യജീവിയാണെന്നുള്ള പരിഗണനെങ്കിലും എനിക്ക് തന്നൂടെ? മോഹനേട്ടൻ ഇതുപോലത്തെ ഷർട്ടും മുണ്ടും വിട്ട് അണിഞ്ഞൊരുങ്ങി നടക്കുന്നത് എന്റെ ഇഷ്ടത്തിനല്ലല്ലോ, മോഹനേട്ടന്റെ ഇഷ്ടത്തിനാണ്. അതുപോലെ എന്റെ കാര്യത്തിൽ എന്റെ ഇഷ്ടങ്ങൾ ഉണ്ടാവില്ലേ? അതെന്താ മോഹനേട്ടൻ മനസ്സിലാക്കാത്തത്? നീ പുതിയ സ്വർണ്ണവള വാങ്ങാൻ ആലോചിക്കുന്നത് നിന്റെ ഇഷ്ടത്തിനല്ലല്ലോ. നാട്ടുകാരും ആഫീസിലുള്ളവരും ഒക്കെ നിന്റെ പഴയ വളയെ പറ്റി പറഞ്ഞ് കളിയാക്കുന്നതുകൊണ്ടല്ലേ? അതെ. ആ, ഒരു ദിവസം മോഹനേട്ടന് ഷർട്ട് തേക്കുമ്പോൾ ഒരു ചുളുക്ക് വീണിട്ടുണ്ടെങ്കിൽ മോഹനേട്ടൻ ദേഷ്യപ്പെടില്ലേ? ഇല്ലേ? അങ്ങനെ ചുളുക്കുള്ള ഷർട്ട് ഇട്ടുകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ നാട്ടുകാർ മോഹനേട്ടനെ പറ്റി എന്ത് വിചാരിക്കും എന്നാണ് മോഹനേട്ടൻ ചോദിക്കാറുള്ളത്. അതായത് നാട്ടുകാർ മോഹനേട്ടനെ പറ്റി എന്തു പറയുന്നു എന്നതിൽ മോഹനേട്ടന് ഉത്കണ്ഠയുണ്ട് എന്നർത്ഥം. അതേ നാട്ടുകാര് എന്നെ പറ്റി പറയുന്നതിൽ ഞാൻ ഉത്കണ്ഠപ്പെടാൻ പാടില്ല. ഇത് എവിടുത്തെ ന്യായമാ? മോഹനേട്ടാ, അന്തസ്സായി അധ്വാനിച്ച് ജീവിക്കുന്ന ഒരു സ്ത്രീയാണ് ഞാൻ. മോഹനേട്ടന്റെ സഹകരണ ബാങ്കിലെ അക്കൗണ്ടിലെ മൊത്തം പണത്തിൽ ഞാൻ സമ്പാദിച്ചത് എത്രയുണ്ടെന്ന് മോഹനേട്ടന്റെ കയ്യിൽ തന്നെ കണക്കുണ്ടാവുമല്ലോ. ആ, ഒരിക്കൽ പോലും മോഹനേട്ടൻ ചോദിച്ചിട്ടല്ല ഞാൻ ആ പണമൊക്കെ മോഹനേട്ടനെ ഏൽപ്പിച്ചത്. മോഹനേട്ടൻ 1 രൂപ പോലും വെറുതെ കളയില്ല എന്നുള്ള വിശ്വാസം എനിക്കുള്ളതുകൊണ്ട്. 1 പവനോ 2 പവനോ 5 പവനോ വാങ്ങാനുള്ള പൈസ സമ്പാദിക്കാൻ നാട്ടിലെ തരക്കേടില്ലാത്ത ഒരു വക്കീലിന് വലിയ പണം ഉണ്ടാവില്ല. പക്ഷേ മറ്റുള്ളവരെ പോലെ കയ്യിൽ കിട്ടുന്ന കാശ് ദൂർത്തടിക്കാതെ എന്റെ പണം ഞാൻ മോഹനേട്ടനെ ഏൽപ്പിച്ചു. ഞാൻ പൈസ കൊണ്ടുവന്ന് തരുമ്പോൾ മോഹനേട്ടന് വലിയ സ്നേഹവും കരുതലും ഒക്കെയാണ്. പക്ഷേ എന്റെ ഒരു ആവശ്യത്തിന് ചോദിക്കുമ്പോൾ മോഹനേട്ടന്റെ മുഖം അങ്ങ് കറക്കും. ഞാൻ അങ്ങോട്ട് തരുന്നതിന് ഒരു കണക്കുണ്ടാവില്ല. തിരിച്ചു ചോദിച്ചാലോ ദൂർത്തടിക്കുകയാണെന്നുള്ള ന്യായവും. ശരി, അതെല്ലാം പോട്ടെ, മോഹനേട്ടൻ അങ്ങനെ ആയിപ്പോയി. 2 പവൻ വാങ്ങണമെങ്കിൽ 10-40,000 രൂപ വേണം. അത് ചോദിച്ചാൽ മോഹനേട്ടൻ ഇഷ്ടപ്പെടില്ല. അതുകൊണ്ട് ഐശ്വര്യ ഫിനാൻസുകാരുടെ ചിട്ടിയിൽ ചേരാമെന്ന് ഞാൻ വിചാരിച്ചു. അതാവുമ്പോ മാസം ചെറിയൊരു തുക അടച്ചാ പോരെ, സ്വർണം വാങ്ങാനുള്ള പണം ഒന്നിച്ച് കിട്ടുകയും ചെയ്യും. പക്ഷെ മോഹനേട്ടൻ അത് സമ്മതിക്കില്ല. ഭാമേ, നീ ഇങ്ങനെ ദേഷ്യപ്പെടാനിരിക്കുന്നു. നിനക്കിപ്പോ ആവശ്യത്തിന് സ്വർണ്ണമുണ്ട്, അത് പോരേന്നേ ഞാൻ ചോദിച്ചോളൂ. എന്റെ ആവശ്യം എത്രയാണെന്ന് തീരുമാനിക്കുന്നത് മോഹനേട്ടൻ അല്ല. സത്യം പറഞ്ഞ മോഹനേട്ടൻ ഇപ്പൊ ഈ ചെയ്തത് പിടിച്ചു പറിക്ക് തുല്യമാണ്. ഭാര്യ ഒരു ആവശ്യത്തിന് വെച്ചിരിക്കുന്ന പൈസ ബലമായി വാങ്ങിക്കൊണ്ട് പോവുക. കള്ളുകൂടിയന്മാര് കുടിക്കാനായി ഭാര്യ സമ്പാദിച്ചു വെച്ച കാശ് ബലമായി പിടിച്ചുകൊണ്ട് പോകുന്നതും ഇത് തമ്മിൽ എന്താണ് വ്യത്യാസം? കുടിയന്മാർക്ക് കുടിക്കാൻ, മോഹനേട്ടന് ബാങ്കിലിടാൻ. പക്ഷേ പണം സമ്പാദിച്ച ഭാര്യമാർക്ക് ഇതെല്ലാം ഒരുപോലെയാ. ഈ 2500 രൂപയുടെ പേരിലാണോ നീ എന്നെ കള്ളനും പിടിച്ചെടുക്കാനൊക്കെ ആക്കിയത്? നിന്റെ പണം നിന്റെ ഇഷ്ടപ്പെടുത്തേ പിടിക്കേ. അല്ലെങ്കിലും ഭാര്യയുടെ കാശ് കൊണ്ട് ജീവിക്കാമെന്ന് കരുതിയിട്ടല്ല മോഹനേട്ടൻ കല്യാണം കഴിച്ചത്. പിടിക്കേ. എനിക്കിത് വേണ്ട. ഞാൻ പറഞ്ഞത് ന്യായമാണെന്ന് തോന്നിയിട്ടൊന്നും അല്ലല്ലോ മോഹനേട്ടൻ തിരിച്ചെന്നത്. അങ്ങനെ വഴക്കുണ്ടാക്കി ചിട്ടി ചേർന്ന് കിട്ടുന്ന കാശ് കൊണ്ട് എനിക്ക് വള വാങ്ങണ്ട. കയ്യിൽ പുതിയ വളയില്ലെന്ന് വെച്ച് ആകാശം തെളിഞ്ഞു വീഴാൻ പോകുന്നില്ലല്ലോ. അതിന് വല്ല ജോലി ഇല്ലാതെയും വരില്ല. ഇത് മോഹനേട്ടൻ തന്നെ വെച്ചോ. കൊണ്ടുപോയി ബാങ്കിലിട്ട് ബാങ്ക് ബാലൻസ് ഇങ്ങനെ കൂടി വരുമ്പോ അത് ഓർത്ത് ഹാന്ന് ചിരിക്കും. അല്ലെങ്കിലും ഭാര്യയെക്കാട്ടുള്ള സ്നേഹം കാശിനോട് ആയി പോയിട്ടുണ്ടെങ്കിൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഇന്നലെ കാഞ്ചന സാർ പോകുന്ന പോക്ക് കണ്ടപ്പോ ഞാൻ കരുതിയത് ഡൈവോഴ്സിലെ തീരുവോളന്ന്. ഇതിപ്പോ മല പോലെ വന്നത് എലി പോലെ പോയെന്നുള്ള അവസ്ഥയായല്ലോ കാഞ്ചന സാറേ. എന്തൊക്കെയായിരുന്നു ഇവിടെ ബഹളം. കാഞ്ചന സാറിന്റെ ഒരു കാര്യവും പ്രഹ്ലാദൻ ചേട്ടൻ നോക്കുന്നില്ല. കിട്ടുന്ന കാശ് മുഴുവൻ പ്രഹ്ലാദൻ ചേട്ടൻ ഇഷ്ടം പോലെ ചെലവാക്കുന്നു എന്നൊക്കെയല്ലേ പറഞ്ഞത്. ഇപ്പോഴോ? അത് പിന്നെ ഞാൻ പറഞ്ഞാലും കാര്യമില്ലേ സ്വയംപ്രഭേ.
പ്രഹ്ലാദേട്ടന് മാസം 10-20,000 രൂപ ശമ്പളമുണ്ട്. ഏകദേശം എനിക്കുണ്ട് ആ വരുമാനം. പക്ഷേ പറഞ്ഞിട്ടെന്താ കാര്യം? എന്തേലും ആവശ്യം പറയുമ്പോൾ പ്രഹ്ലാദേട്ടൻ്റെ കയ്യിൽ കാശില്ല. പ്രഹ്ലാദനെ അങ്ങനെ കുറ്റം പറയാൻ പറ്റില്ല കാഞ്ചന സാറേ. വീട്ടു ചെലവൊക്കെ കഴിഞ്ഞാൽ പിന്നെ മിച്ചം എന്താ കിട്ടാനാ? പ്രഹ്ലാദന്റെ അമ്മയുടെ അച്ഛന്റെ ചികിത്സാ ചെലവ് വേറെയും. എന്നാലും ഞാനൊരു മനുഷ്യ സ്ത്രീയല്ലേ ശിശുപാലൻ ചേട്ടാ. എല്ലാ പെണ്ണുങ്ങളും അണിഞ്ഞൊരുങ്ങി നടക്കുന്നത് കാണുമ്പോൾ എനിക്കും ഇല്ലേ മോഹം? ഞാനെങ്ങനെ എപ്പോഴും ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ശല്യപ്പെടുത്തുന്ന ഭാര്യയൊന്നും അല്ലല്ലോ. ആ പറഞ്ഞത് ശരിയാ. നിങ്ങൾ പെണ്ണുങ്ങളെ സന്തോഷിപ്പിക്കാൻ ചെറിയ ചെറിയ കാര്യങ്ങൾ മതി. എന്റെ കെട്ടിയോളും ഇതുപോലെയാ. വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല. എന്നോട് ആഗ്രഹങ്ങളൊന്നും ചോദിക്കാത്തതുകൊണ്ട് ഞാൻ അവളെ വഹിക്കാറുമില്ല. പക്ഷെ എനിക്കറിയാം, എന്റെ കഷ്ടപ്പാടും പ്രാരാബ്ധങ്ങളും അറിയാവുന്നതുകൊണ്ട് അവൾക്ക് എന്തെങ്കിലും ആവശ്യം വന്നാൽ തന്നെ പറയില്ല എന്ന്. അതുകൊണ്ട് വല്ലപ്പോഴും ഒരു വില കുറഞ്ഞ സാരിയോ അല്ലെങ്കിൽ കുറച്ച് കൺമഷിയോ ഒരു പൗഡറോ ഒക്കെ ഞാൻ വാങ്ങിക്കൊണ്ട് കൊടുക്കും. അത് കിട്ടുമ്പോ അവളുടെ സന്തോഷം ഒന്ന് കാണണം എന്റെ കാഞ്ചന സാറേ. നമസ്കാരം സാർ. നമസ്കാരം. എന്താ അവിടെ വലിയൊരു ചർച്ച? ഒന്നുമില്ല സർ. ഒന്നുമില്ലേ? ഒന്നുമില്ലാത്തവനാണോ ശിശുപാലൻ കൺമഷിയുടെയും പൗഡറിന്റെയും കഥ പറഞ്ഞത്? അതല്ല സർ, ഇന്നലെ രാവിലെ പ്രഹ്ലാദൻ ചേട്ടനുമായിട്ട് വഴക്കിട്ടാ കാഞ്ചന സാർ ഓഫീസിൽ വന്നത്. വന്നപ്പോ മുതല് ആകെ സങ്കടവും കരച്ചിലുമായിരുന്നു. കാഞ്ചന സാറ് പറയുന്നൊന്നും പ്രഹ്ലാദൻ ചേട്ടൻ കേൾക്കുന്നില്ലാന്ന്. ഇങ്ങനെ ഒരു കുടുംബജീവിതം എന്തിനാന്നൊക്കെ ചോദിച്ചു കാഞ്ചന സാറ്. വൈകിട്ട് കാഞ്ചന സാറ് പോകുന്ന കണ്ടപ്പോ ഞാൻ കരുതി ഇന്നലെ തന്നെ രണ്ടുപേരും വഴക്കിട്ട് പിരിയോന്ന്. പക്ഷേ ഇന്ന് രാവിലെ വന്നപ്പോ കാഞ്ചന സാറിന് ഒരു വിഷമവും ഇല്ല. മുഖത്താണെങ്കിൽ ലോട്ടറി അടിച്ച സന്തോഷവും. വേറൊന്നുമല്ല സാറേ, ഇന്നലെ വൈകിട്ട് പ്രഹ്ലാദൻ ചേട്ടൻ 2500 രൂപയുടെ സാരി വാങ്ങിയാ വന്നത്. അത് കണ്ടപ്പോ എന്റെ കണ്ണ് തള്ളിപ്പോയി. അങ്ങനെ പറയുമ്പോ സാറ് കരുതും സാരി കിട്ടാനുള്ള മോഹം കൊണ്ട് പറയുകയാണെന്ന്. അതല്ല സാർ, സാരി കിട്ടുന്നതിനേക്കാൾ വലുതല്ലേ അത് വാങ്ങാൻ പ്രഹ്ലാദേട്ടൻ കാണിച്ച മനസ്സ്. ഭർത്താവ് ഭാര്യയുടെ ആവശ്യങ്ങൾ പരിഗണിക്കുന്നു എന്നൊരു തോന്നലുണ്ടായാൽ മാത്രം മതി നമ്മുടെ നാട്ടിലെ പകുതി പെണ്ണുങ്ങൾ ഹാപ്പിയാ. പിന്നെ അവർക്ക് എന്തു പറഞ്ഞാലും മനസ്സിലാവും. മതി, ഇത് വീട്ടുകാരികൾ സംസാരിക്കുന്ന സ്ഥലമല്ല, വില്ലേജ് ഓഫീസാണ്. മര്യാദ ജോലി ചെയ്ത് നോക്ക്. ഞാനാ പറഞ്ഞതേ സാറിന് ഇഷ്ടപ്പെട്ടില്ല. വക്കീലായതുകൊണ്ട് സാറ് പറയുന്നത് കേൾക്കും. വക്കീലിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിലേ കാണായിരുന്നു. രണ്ട് പവന് വാങ്ങണമെങ്കിൽ 10-40,000 രൂപ വേണം. അത് ചോദിച്ചാൽ മോഹനേട്ടന് ഇഷ്ടപ്പെടില്ല. അതുകൊണ്ട് ഐശ്വര്യ ഫിനാൻസുകാരുടെ ചിട്ടിയിൽ ചേരാമെന്ന് ഞാൻ വിചാരിച്ചു. അതാവുമ്പോ മാസം ചെറിയൊരു തുക അടച്ചാ പോരെ. സ്വർണം വാങ്ങാനുള്ള പണം ഒന്നിച്ച് കിട്ടുകയും ചെയ്യും. പക്ഷെ മോഹനേട്ടൻ അത് സമ്മതിക്കില്ല. വക്കീലേ, വക്കീലൊരു സംഭവം അറിഞ്ഞ പാടാ ഞാൻ ഓടി ഇങ്ങ് വരികയായിരുന്നു. എന്താ ഉത്തമ? എന്റെ അടുത്ത് പറഞ്ഞ പുള്ളിക്കല തോമസ് ഊട്ടിയാണ്. നമ്മുടെ ഐശ്വര്യ ഫിനാൻസ് പൂട്ടി. പൂട്ടിയോ? അതേന്നെ വക്കീലേ, ഇന്ന് അവരുടെ ഒരു ചിട്ടിയുടെ ആദ്യത്തെ നറുക്കെടുപ്പായിരുന്നു. ഇതിനു മുമ്പ് വിടുന്ന ചിട്ടിയുടെ കാശൊക്കെ സമയത്തിന് കൊടുക്കുന്നില്ല എന്നുള്ളൊരു പരാതി നേരത്തെ ഉണ്ടായിരുന്നു. ഇന്നൊരു പുതിയ ചിട്ടിയുടെ നറുക്കെടുപ്പുണ്ടെന്നും പറഞ്ഞുകൊണ്ട് എല്ലാവരുടെ കയ്യിൽ നിന്ന് അവര് കാശ് പിരിച്ചു. രാവിലെ ഒരു 10:30 വരെ ആഫീസ് ഉണ്ടായിരുന്നു. നറുക്കെടുപ്പിന് ആളുകൾ ഒരു 12 മണിക്ക് ചെന്നപ്പോ സംഭവം ആഫീസ് പൂട്ടിയിരിക്കുന്നു. പ്രശ്നമായി ആളുകൂടി പോലീസ് വന്ന് അവരന്വേഷിച്ചപ്പോഴാണ് അറിഞ്ഞത് മുതലാളിമാര് കിട്ടിയ കാശും കൊണ്ട് സ്ഥലം വിട്ടെന്ന്. പിരിച്ചെടുത്തതെല്ലാം കൂടി ഒരു നല്ല സംഖ്യ ഉണ്ടെന്നാണ് പറഞ്ഞു കേട്ടത്. അയ്യയ്യേ, എന്താണ് വക്കീൽ ഒരു വല്ലാത്ത ചിരി? ഒന്നുമില്ല. ചിട്ടിയിൽ ചേർന്നവർക്ക് കാശല്ലേ പോയുള്ളൂ. എനിക്കാണെങ്കിൽ ഇപ്പൊ മാനം പോയ അവസ്ഥ. എന്താണ് വക്കീൽ അങ്ങനെ? ഒന്നും പറയണ്ട.
ദൈവം എപ്പോഴും വലിയ ഓഫീസറുടെ കൂടെ ഉത്തമ. ഇന്ന് എന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകും. സാർ ഒരു സംഭവം അറിഞ്ഞോ? ഇല്ല, പറയാതെ അറിയാൻ ഞാൻ ജോത്സ്യനല്ല. പക്ഷേ സാറ് ജ്യോത്സ്യന്മാരെക്കാളും കേമനാണെന്ന് ആ പ്രൊഫസറും കാഞ്ചന സാറും പറയുന്നത്. മനസ്സിലായില്ല. അത് കഴിഞ്ഞ മാസം ഐശ്വര്യ ഫൈനാൻസിന്റെ ചിട്ടി ചേരാൻ പ്രൊഫസർ തീരുമാനിച്ചപ്പോ സാറ് വഴക്കുണ്ടാക്കിയില്ലേ? ഈ തട്ടിപ്പ് ബ്ലേഡ് കമ്പനിയിൽ പൈസ കൊണ്ട് ഇടരുതെന്നും സാറ് പറഞ്ഞു. അത് ഞാൻ ഇനിയും പറയും. സ്വയംപ്രഭയോട് മാത്രമല്ല എല്ലാവരോടും പറയും. ഞാനത് പറയുമ്പോ ചിലർക്കൊരു തോന്നലുണ്ട് ഞാൻ മറ്റെന്തോ ഉദ്ദേശം വെച്ച് പറഞ്ഞാണെന്ന്. ഇനി ആരും അങ്ങനെ കരുതില്ല സാർ. എന്താ? ഐശ്വര്യ ഫൈനാൻസ് പൂട്ടിപ്പോയി. ഇന്ന് നറുക്കിടാനുള്ള പുതിയ ചിട്ടിയുടെ കാശും പിരിച്ചുകൊണ്ട് അവന്മാര് സ്ഥലം വിട്ടു. ചിട്ടിയിൽ ചേർന്നവർ നറുക്കെടുപ്പിന് ചെന്നപ്പോഴല്ലേ വിവരം അറിയുന്നേ. എന്തായാലും സാർ ജ്യോത്സ്യന്മാരെക്കാളും ഭയങ്കരം തന്നെ. ഐശ്വര്യ ഫൈനാൻസ് പൂട്ടിപ്പോകുമെന്ന് ജ്യോത്സ്യന്മാർ പോലും കരുതിയിട്ടുണ്ടാവില്ല. ആ ശിശുപാല, ഉച്ചയ്ക്കൊരു സ്ഥലം വരെ പോകാൻ സമയമുണ്ടോ? എവിടെ സാർ? ഒരു ചോദ്യം ചോദിക്കുമ്പോ അതിന് മറുപടി പറഞ്ഞാൽ മതി. സമയമുണ്ടോ ഇല്ലയോ? സമയമുണ്ട് സാർ. ശരി, എന്നാ ഉച്ചയ്ക്ക് പറയാം. ഭാമേ, ഭാമേ, ചായ. നല്ല ചായ. ഇന്നത്തെ ചായക്ക് എന്താ ഇത്ര രുചി? അത് മോഹനേട്ടന് വെറുതെ തോന്നുന്നതാ. മനസ്സിൽ സന്തോഷം തോന്നുമ്പോ കഴിക്കുന്ന സാധനത്തിനൊക്കെ രുചി കൂടും. എനിക്കിപ്പോ ഇത്ര സന്തോഷം വരെ എന്തിരിക്കുന്നു? സന്തോഷം എന്തായാലും ഉണ്ടാവൂലോ. ഞാൻ രാവിലെ അത്രയും വഴക്കുണ്ടാക്കിയത് വെറുതെ ആയിപ്പോയി എന്നറിയുമ്പോൾ മോഹനേട്ടന് നല്ല ആരായാലും സന്തോഷിക്കും. ഐശ്വര്യ ഫിനാൻസുകാരെ ആഫീസ് പൂട്ടി മുങ്ങിയ കാര്യം മോഹനേട്ടനും അറിഞ്ഞു കാണും. അറിഞ്ഞു. എന്നാൽ എന്തുമാത്രം വലിയ കള്ളന്മാരല്ലേ അവര്. പൂട്ടി പോകുന്നതിന് 1 മണിക്കൂർ മുന്നേ അല്ലേ ആ മാനേജർ ഷാജി എന്നെ വിളിച്ച് 11 മണിക്ക് മുന്നേ കാശ് കൊണ്ടുവന്ന് തരണമെന്ന് പറഞ്ഞത്. എന്റെ സ്ഥാനത്ത് വേറെ ആരാണെങ്കിലും ചിട്ടി നറുക്കെടുക്കുന്നതിന് മുന്നേ ഓട്ടോ വിളിച്ച് കാശ് കൊണ്ട് കൊടുത്തന്നെ. പക്ഷേ അവരുടെ അടവ് എന്റെ അടുത്ത് നടന്നില്ല. അല്ല, ലോകത്തിലെ ഏറ്റവും ബുദ്ധിമാനായ മനുഷ്യന്റെ ഭാര്യ ആണല്ലോ ഞാൻ. എന്നെ അങ്ങനെ ആർക്കും പറ്റിക്കാൻ പറ്റില്ലല്ലോ അല്ലേ? സോറി. രാവിലെ ദേഷ്യം വന്നപ്പോ അറിയാതെ അങ്ങനെ പറഞ്ഞു പോയതാ. അല്ലെങ്കിൽ ദേഷ്യം വരുമ്പോ നമ്മൾ അങ്ങനെ എന്തൊക്കെ വിളിച്ചു പറയാറുണ്ട്. അതൊക്കെ പിന്നീട് ഓർത്തു വയ്ക്കുന്ന ശീലം എനിക്കുമില്ല, മോഹനേട്ടനുമില്ല. അങ്ങനെയല്ലേ? അങ്ങനെയല്ല. ഇന്നലെ വരെ നീ ദേഷ്യത്തിൽ പറഞ്ഞൊക്കെ ഞാൻ മറന്നു കളഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇന്ന് രാവിലെ നീ പറഞ്ഞതൊന്നും ഞാൻ മറക്കില്ല. അങ്ങനെ പറയല്ലേ മോഹനേട്ടാ. സത്യമായിട്ടും ഒക്കെ ഞാൻ വെറുതെ പറഞ്ഞതാ. ഭാമേ, ഇങ്ങനെ എന്തൊക്കെ നമ്മൾ വെറുതെ പറഞ്ഞിരിക്കുന്നു. പക്ഷേ ഇന്ന് രാവിലെ നീ പറഞ്ഞൊന്നും വെറുതെ അല്ല. ഇനിയിപ്പോ എന്നെ സമാധാനിപ്പിക്കാനായി ഒക്കെ വെറുതെ ആയിരുന്നു എന്ന് നീ പറഞ്ഞാലും ഞാനത് വിശ്വസിക്കില്ല. കാരണം നീ പറഞ്ഞതിൽ കാര്യമുണ്ട്. പുതിയ സാരി വേണം, പുതിയ മാല വേണം, അത് വേണം, ഇത് വേണമെന്ന് പറഞ്ഞ് ഭർത്താവിന്റെ സ്വൈര്യം കളയുന്ന ഒരു ഭാര്യ അല്ല നീ. അത്യാവശ്യം വരുമ്പോൾ മാത്രം കാശ് ചിലവാക്കുന്ന ഉത്തരവാദിത്വമുള്ള ഒരു ഭാര്യയാണ് നീ. അങ്ങനെ ഒരു ഭാര്യ വല്ലപ്പോഴും ഒരിക്കൽ തികച്ചും ന്യായമായ ഒരു ആവശ്യം പറയുമ്പോ അത് തള്ളിക്കളയുന്ന ഞാനാണ് തെറ്റുകാരൻ. 50,000 രൂപയുണ്ട്. രാവിലെ ആഫീസിൽ ചെന്നപ്പോ തന്നെ തീരുമാനിച്ചതാ. ഉച്ചയ്ക്ക് ശിശുപാലിനെ ബാങ്കിലോട്ട് പണം എടുപ്പിച്ചു. നാളെ തന്നെ നിനക്ക് ഇഷ്ടമുള്ള വള വാങ്ങിച്ചു. മോഹനകൃഷ്ണനെ പോലൊരു ഭർത്താവും അന്തസ്സുള്ളൊരു ജോലിയുള്ള നിനക്ക് 2 വള വാങ്ങാൻ വേണ്ടി
ഒരു ചിട്ടിയിൽ ചേർന്ന് അതിന് നറുക്ക് കിട്ടും വരെ കാത്തിരിക്കേണ്ട കാര്യം എന്താണ്? ഞാൻ രാവിലെ അത്രയും പറഞ്ഞുകൊണ്ടാണോ? നീ പറഞ്ഞതുകൊണ്ടല്ല, പറഞ്ഞതിൽ കാര്യമുള്ളതുകൊണ്ട്. ഇത് മോഹനേട്ടൻ തന്നെ വെച്ചാൽ മതി. നാളെ ഓഫീസിൽ നിന്ന് ഇറങ്ങിയിട്ട് നമുക്ക് രണ്ടുപേർക്കും കൂടി പോയി വാങ്ങാം. പക്ഷേ നാളെ വൈകിട്ട് വരെ ഇത്രയും പണം സൂക്ഷിക്കണ്ടേ? അത് ബുദ്ധിമുട്ടാ. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇപ്പൊ തന്നെ പോയാലോ? എന്റെ മോഹനേട്ടൻ ഒരു സംഭവം തന്നെയാ. പിന്നല്ലേ, ഭാര്യയേക്കാൾ പണത്തെ സ്നേഹിക്കുന്നൊരു ഭർത്താവ്. നീ രാവിലെ പറഞ്ഞതാ. രാവിലെ പറഞ്ഞൊക്കെ തീർന്നല്ലോ. ഇനി എന്തെങ്കിലും ഞാനിങ്ങനെ പറഞ്ഞോണ്ട് വന്നിട്ടുണ്ടെങ്കിൽ കൊന്നുകളയും ഞാൻ. ചുമ്മാ. മോഹനകൃഷ്ണൻ സ്നേഹമുള്ള ഭർത്താവാണ് എന്നതിൽ തർക്കമില്ല. പക്ഷേ ഭാര്യയെ സ്നേഹിക്കേണ്ടത് എങ്ങനെയാണെന്ന് പാവത്തിന് മറ്റാരെങ്കിലും പറഞ്ഞു കൊടുക്കേണ്ടി വരുമെന്ന് മാത്രം. എന്തായാലും വില്ലേജ് ഓഫീസറുടെ മുന്നറിയിപ്പ് കുറിക്കൊണ്ട നിലയ്ക്ക് ഇന്നത്തേക്ക് വഴക്ക് അവസാനിപ്പിച്ച് വിടാം.